നിർണായക ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമായി ആർടെമിസ് 2 വിജയകരമായി വിക്ഷേപിച്ച് നാസ. ഇന്ത്യൻ സമയം പുലർച്ചെ 4:05 വിക്ഷേപണം. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നാണ് ചന്ദ്രനെ തേടിയുള്ള മനുഷ്യന്റെ യാത്ര അരനൂറ്റാണ്ടിന് ശേഷം പുനരാരംഭിച്ചത്. 3, 2, 1, booster ignition and liftoff of Artemis 2, now bound for the moon. Humanity's next great. Good roll pitch. Roger, roll pitch. Houston now controlling the flight of Integrity on the Artemis 2 mission around the moon. Integrity, AMT high. AMT high. On time passing 30 seconds into the flights. Integrity passes the alternate MECO. Target milestone. Mission Control Houston seeing good performance on the 4 main engines. Space Launch System core stage. വിനയ് ഉണ്ണിയുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. വിനയ്, വലിയ ലക്ഷ്യങ്ങളുമായി അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് അടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവിടെ കാലുകുത്തുന്നതിന്റെ ഒരു മുന്നോടിയായുള്ള ദൗത്യമാണിത്. ആർടെമിസ് 4-ലായിരിക്കും ചന്ദ്രനിലേക്ക് മനുഷ്യനെ വീണ്ടും ഇറക്കുക എങ്കിൽ പോലും അതിന് മുന്നോടിയായി അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുക എന്ന നിർണായക ദൗത്യമാണ്, നിർണായക ഉത്തരവാദിത്തമാണ് ഈ പര്യവേഷണ സംഘത്തിനുള്ളത്. മുമ്പ് മാറ്റിവെക്കപ്പെട്ടൊരു ദൗത്യം കൂടിയാണ്. എല്ലാ സ്നാഗുകളും ക്ലിയർ ചെയ്തുകൊണ്ട്, ടെക്നിക്കൽ സ്നാഗ്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇത്തവണ വിജയകരമായി ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ സംഘത്തിന്റെ യാത്ര, അതിന്റെ പുരോഗതി എങ്ങനെ? ഗോകുൽ, അമൃത, ഗുഡ് മോർണിംഗ്. എന്തായാലും 54 വർഷത്തിന് ശേഷം മനുഷ്യന്റെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് വീണ്ടും ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആർടെമിസ് 2 ദൗത്യം ഇപ്പോൾ ഈ പുലർച്ചെ 4:05 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണത്തറയിൽ നിന്നും കുതിച്ചുയർന്നത്. ഇനി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ് ഇത്. ആദ്യത്തെ 2 ദിവസം, അതായത് ഏപ്രിൽ 1, 2 തീയതികളിൽ 2 തവണയായി ഭൂമിയെ ആർടെമിസ് 2 ദൗത്യം വലം വയ്ക്കും. അതിനുശേഷമായിരിക്കും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ആർടെമിസ് 2 ഓറിയോൺ പേടകം യാത്ര തിരിക്കുക. അതിനുശേഷം ഏപ്രിൽ 6 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഓറിയോൺ പേടകം പ്രവേശിക്കും, 4 യാത്രക്കാരുമായി പ്രവേശിക്കും. അതിനുശേഷം ചന്ദ്രനെ ഒരു തവണ വലം വെച്ച ശേഷം ഏപ്രിൽ 10 തിരികെ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന തരത്തിലാണ് ദൗത്യം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും 54 വർഷത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1972 അതിലാണ് അവസാനമായി മനുഷ്യന്റെ ചാന്ദ്ര ദൗത്യം നടന്നത്, അപ്പോളോ 17. അതിനുശേഷം ഇത്രയും വലിയൊരു ഇടവേള ഈ ചാന്ദ്രദൗത്യം സംഭവിച്ചു. എന്തായാലും വലിയൊരു കാൽവെപ്പിലേക്ക് കൂടിയാണ് നാസ കാൽവെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് 2030 നടക്കേണ്ട ആർടെമിസ് 4 ദൗത്യവുമായി ബന്ധപ്പെട്ടാണ്. ആർടെമിസ് 2 ദൗത്യത്തിൽ ചന്ദ്രനെ ഒരു തവണ വലം വയ്ക്കുന്നത് മാത്രമാണെങ്കിൽ ആർടെമിസ് 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ആ ദൗത്യത്തിലാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുക എന്നുള്ള വലിയൊരു കാൽവെപ്പ് നടത്താൻ പോകുന്നത്. എന്തായാലും അതിനുള്ള യാത്രയിലാണ് ഇപ്പോൾ ആർടെമിസ് 2 ദൗത്യം. അതിലെ ഓറിയോൺ പേടകത്തിൽ 4 യാത്രക്കാരുമായി പുറപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇതിന്റെ മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, അതുപോലെ തന്നെ മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുമാരായ ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ്. ഇതിൽ 3 പേര്, അതായത് റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നിവർ US പൗരന്മാരാണ്. അതുപോലെ ജെറമി ഹാൻസൺ എന്ന് പറയുന്നത് ഒരു കനേഡിയൻ പൗരനാണ്. എന്തായാലും ഈ എടുത്തു പറയേണ്ടത് ചാന്ദ്രദൗത്യത്തിൽ ആദ്യമായി നേരിട്ട് ഒരു വനിത പങ്കെടുക്കുന്നു എന്നുള്ളൊരു നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ്. അതായത് ക്രിസ്റ്റീന കോച്ചാണ് ആദ്യമായി ചാന്ദ്രദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഒരു വനിതയെ മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, അദ്ദേഹമാണ് ഈ ചാന്ദ്രദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും അത്തരത്തിലൊരു ചരിത്രപരമായ ഘട്ടങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ആർടെമിസ് 2 ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു നേട്ടം നാസയെ സംബന്ധിച്ചിടത്തോളം ഇനി നടക്കേണ്ടതുണ്ട്. അതായത് ഇനി വരേണ്ടത് അടുത്ത ഘട്ടങ്ങളാണ്. 2 തവണ ഭൂമിയെ വലം വെച്ച ശേഷം ഭൂമിയുടെ ഭ്രമണപഥം കടന്നു പോകേണ്ട ഒരു നിർണായക ഘട്ടമുണ്ട്. അതിനുശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കേണ്ട ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ ഏകദേശം 11.5 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ഇത്രയും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഓറിയോൺ പേടകം സഞ്ചരിക്കുക. 4 ലക്ഷം ദൂരമാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം. അതായത് ആ ദൂരം പിന്നെ ഭൂമിയെ വലം വയ്ക്കുന്ന രണ്ട് തവണ വലം വയ്ക്കുന്ന ദൂരം എല്ലാം ഉൾപ്പെടെ 11.5 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഓറിയോൺ പേടകം കടന്നു പോകുക. എടുത്തു പറയേണ്ടത് ഒരു ബഹിരാകാശ പേടകം മനുഷ്യനുമായി പോകാവുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. കാരണം മനുഷ്യനുമായി ഇത്രയും ദൂരം ഒരു ബഹിരാകാശ പേടകവും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രയും ദൂരം ചന്ദ്രന്റെ ഭ്രമണപഥവും അതായത് അതിനും
വലം വയ്ക്കുന്ന ആ സമയത്താണ് ഇത്രയും വലിയൊരു ചരിത്ര നേട്ടം ഈ ഓറിയോൺ പേടകം കൈവരിക്കുക. അത്തരത്തിലൊരു വലിയൊരു ചരിത്ര ദൗത്യം തന്നെയാണ് ആർട്ടിമിസ് 2 ദൗത്യത്തിന് വേണ്ടി നടക്കുന്നത്. എടുത്തു പറയേണ്ടത് ആർട്ടിമിസ് 2 ദൗത്യം പൂർണ്ണമായി വിജയമായ മാത്രമാണ് ആർട്ടിമിസ് 4 ദൗത്യം നടക്കുക. 2030 കൂടി ഈ ആർട്ടിമിസ് 4 ദൗത്യം നാസയ്ക്ക് പൂർത്തീകരിക്കാനുണ്ട്. ചൈനയ്ക്ക് മുന്നോടിയായി, ചൈന മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിന് മുന്നോടിയായി തന്നെ നാസയ്ക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ വിജയം ഈ ആർട്ടിമിസ് 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്. ഗോകുൽ, അമൃത. തീർച്ചയായും അമ്പിളിമാമനെ പിടിച്ചു തരാന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ചന്ദ്രനിൽ പോയി അവിടെ താമസിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുകയാണ്. മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള പരിവേഷണങ്ങൾ, അവിടുത്തെ ജീവിത സാധ്യതയൊക്കെ നമ്മൾ ഇങ്ങനെ പല ദൗത്യങ്ങളിലായി പല സ്പേസ് ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇത് വിജയമായാൽ അടുത്ത മുന്നോട്ടുള്ള കുതിപ്പുകൾക്ക് കൂടുതൽ പ്രചോദനമാകുന്ന വലിയ സ്വപ്നയാത്രയിലേക്കുള്ള ഒരു തുടക്കം എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെ ആർട്ടമിസ് 2 ദൗത്യത്തിനെ വിലയിരുത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.